ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം അവശേഷിക്കവേ എറണാകുളം മണ്ഡലത്തിൽ വനിതാ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കി വിജയം കൊയ്യാനൊരുങ്ങി BJP. ആരാകും സ്ഥാനാർത്ഥിയെന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടായിട്ടില്ലെങ്കിലും മഹിളാ മോർച്ച സംസ്ഥാന ഭാരവാഹി വിനീത ഹരിഹരൻ ഉൾപ്പെടെയുള്ളവരുടെ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. വിനീത ഹരിഹരൻ സംസ്ഥാന സമിതി അംഗം CV സജിനി, യുവമോർച്ച നേതാവ് സ്മിത മേനോൻ, BJP സംസ്ഥാന വക്താവ് TP സിന്ധുമോൾ, പത്മജ S മേനോൻ തുടങ്ങിയവരുടെ പേരുകളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്ത് BJP പരിഗണിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. എറണാകുളം ജില്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നേതാക്കളാണ് 3 പേരും. നേരത്തെ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ അനിൽ ആന്റണിയെ BJP പരിഗണിക്കുമെന്ന അഭ്യൂഹം ശക്തമായിരുന്നു. UDFന്റെ അടിയുറച്ച ലോക്സഭാ മണ്ഡലങ്ങളിലൊന്നാണ് എറണാകുളം. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഇവിടെ ഹൈബി ഈഡൻ തന്നെ ഇത്തവണയും മത്സരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതിനാൽ ഹൈബിയെ നേരിടാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെയാകും BJP രംഗത്തിട്ട് കളിക്കുക. അടുത്ത കാലത്ത് കോൺഗ്രസിൽ നിന്ന് BJPയിലെത്തിയ അനിൽ ആന്റണിയുടെ പേരാണ് ആദ്യഘട്ടത്തിൽ BJP സ്ഥാനാർത്ഥി പട്ടികയിൽ ഉയർന്നു കേട്ടത്. ക്രിസ്ത്യൻ വോട്ടുകൾ അധികമുള്ള മണ്ഡലം എന്ന നിലയിൽ എറണാകുളത്ത് അനിൽ ആന്റണിയെ പരിഗണിച്ചാൽ മത്സരത്തിന് ആവേശം കൂടും എന്ന വിലയിരുത്തലുകൾ ആദ്യഘട്ടത്തിൽ ഉയർന്നിരുന്നു. എന്നാൽ അനിൽ ആന്റണിയുടെ പേര് എറണാകുളത്തിന് പുറമെ പത്തനംതിട്ടയിലും ചാലക്കുടിയിലും ഉയർന്നു കേൾക്കുന്നുണ്ട്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഇതിനോടനുബന്ധിച്ച് പ്രധാന BJP നേതാക്കളോട് സംഘടനാ രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചിട്ടുണ്ട്. രാജ്യസഭയിലൂടെ മന്ത്രിപദം ലക്ഷ്യമിടാതെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നേട്ടമുണ്ടാക്കാനാണ് നിർദ്ദേശം. ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കാനും നിർദ്ദേശമുണ്ട്. ഓരോ മണ്ഡലത്തിലും 3 പേരുടെ സ്ഥാനാർത്ഥി പട്ടിക സംസ്ഥാന നേതൃത്വം തയ്യാറാക്കിയിട്ടുണ്ട്. ഡൽഹിയിലെത്തിയ നേതാക്കൾ പട്ടിക കേന്ദ്ര നേതൃത്വത്തിനു കൈമാറിയിട്ടുമുണ്ട്. കേന്ദ്ര പട്ടികയിൽ അന്തിമ തീരുമാനമെടുക്കും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലത്തിലാണ് K സുരേന്ദ്രൻ മത്സരിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാഞ്ചേശ്വരത്തും കോന്നിയിലും സുരേന്ദ്രൻ മത്സരിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി സുരേന്ദ്രന് ഹെലികോപ്റ്ററും നൽകിയിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.